എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഹോട്ടൽ സ്റ്റൈൽ നല്ല ക്രീമിയായ മട്ടൻ ഹണ്ടി എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ റെസിപ്പി നമ്മൾ ചെയ്യുന്നത് കുക്കറിലാണ്. ആദ്യം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഓൾ സ്പൈസസ് ഇടാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, ജീരകം, കുരുമുളക്, ബേ ലീഫ് എന്നിവ എടുത്തിട്ടുണ്ട്. ഇത് എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി 2 സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1/2 കിലോ മട്ടൻക്ക് 2 സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയും പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മട്ടനും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി കുക്കർ മൂടി വെച്ചിട്ട് ഒരു 5-6 വിസിൽ വരെ നമുക്ക് മട്ടൻ വേവിച്ചെടുക്കാം. മട്ടൻ്റെ വേവിനനുസരിച്ചിട്ട് വിസിലും മാറ്റം വരും. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഇത് കണ്ടില്ല, നല്ലതുപോലെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കണം. മട്ടൻ്റെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം കുറച്ചൊന്ന് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. വെള്ളം വറ്റുന്ന ടൈമിൽ നമുക്ക് ചെറിയൊരു പണിയുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് നല്ല തിക്കായിട്ടുള്ള യോഗട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് കാഷ്യൂനട്ടും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മട്ടൻ തുറന്നു നോക്കാം. ഇത് കണ്ടില്ലേ, സൈഡിലൊക്കെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ തയ്യാറാക്കാറുള്ള മട്ടൻ കറിയേക്കാളും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കറിയാണിത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. തക്കാളിയോ മസാലപ്പൊടികളോ ഒന്നും ചേർക്കാത്ത കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു മട്ടൻ കറിയാണിത്. ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ പിന്നെയും ഈ കറി ഉണ്ടാക്കി നോക്കാം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള കറി ഇത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ഇത് ടേസ്റ്റി ആയിരിക്കും. നല്ലതുപോലെ എണ്ണ തെളിഞ്ഞതിന് ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും കറി വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ കുറുകി വരുമ്പോഴാണ് ഈ കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളകും നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഈ കറി ചൂടാറുമ്പോൾ ഒന്നും കൂടി ഇത് തിക്കായിട്ട് വരും. പൊറോട്ട, ചപ്പാത്തി, നാണ്, റൊട്ടി, നെയ്ച്ചോറ് ഇതിൻ്റെ എല്ലാം ഒന്നിച്ച് കഴിച്ചെങ്കിൽ ഇതിൻ്റെ രുചി തന്നെ വേറെ ലെവലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള മട്ടൻ മലായ് ഹണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. താങ്ക്